ചെയ്യുന്നവരാണ്. പല ഗ്രൂപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളാണ്. ഈ ഗ്രൂപ്പിലുള്ള പകുതി മുക്കാൽ ആളുകളും ദുആ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ത്? ചീത്ത കാര്യങ്ങൾ അള്ളാഹുവുമായിട്ട് ചേർക്കാൻ പാടില്ല. അതായത് അള്ളാഹുവെ ഞങ്ങൾക്ക് തട്ടി മാറ്റി തരണം, ഞങ്ങളുടെ തുക തട്ടി മാറ്റല്ല അള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പാടുള്ളത് അല്ല. വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചോളി. അള്ളാഹിന്റെ പണി നിങ്ങളെ തട്ടി മാറ്റലല്ല, നിങ്ങൾക്ക് നല്ലത് വരരുതേ എന്ന് പറയലല്ല പടച്ചോന്റെ പണി. അള്ളാഹുവെ അങ്ങനെ വരുന്നതിന് തുടങ്ങി കാക്കണേ അള്ളാഹ് എന്നേ പറയാൻ പറ്റുള്ളൂ. എല്ലാ ബലാഹു മുസീബത്തുകളെ തൊട്ടും നീ കാക്കണേ അള്ളാഹ്, കാക്കണേ അള്ളാഹ്. അത് അവസാനം ചേർത്തിയാൽ മതി. അങ്ങനെ ചെയ്യുള്ളൂ. പിന്നെ പറയേണ്ടത് എനിക്കറിയില്ല. അത് ശ്രദ്ധിക്കണം. ഞാൻ പല ആളുകളുടെ ദുആയിൽ നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിലുള്ള ആളുകളുടെ അല്ല, ഞാൻ പുറത്തുള്ള പല ആളുകളുടെ ദുആയും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. അള്ളാഹുവെ, ചില ആളുകൾ പറയാറുണ്ട് ഞങ്ങൾക്ക് നീ വരുത്തല്ല അല്ലാ, എന്ത് ഞങ്ങൾക്ക് നീ മാരകരോഗങ്ങൾ വരുത്തല്ല അല്ലാ. മാരകരോഗങ്ങൾ നിങ്ങൾക്ക് കൊടുത്തു തരലല്ല പടച്ചവന്റെ പണി. അങ്ങനെ വരുന്നതിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ എന്നാണ് ദുആ ചെയ്യിടുന്നത്. ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ എന്നെ തിരുത്തട്ടില്ലേ. ഞാൻ കാര്യം പോലെ പറഞ്ഞു തന്നേ ഉള്ളൂ. മനസ്സിലായോ? ആ അതെ, അള്ളാഹുവിനോടാണ് നമ്മൾ ചോദിക്കുന്നത്. ആ ബോധം നമുക്ക് വേണം. ഞാൻ മറ്റുള്ള ഔലിയാക്കന്മാരെ തല്ലിക്കൊണ്ട് പറഞ്ഞതല്ല, കാര്യത്തിന് ഗൗരവം മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ. ഞാൻ ഔലിയാക്കന്മാരെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഔലിയാക്കന്മാരുമായിട്ട് അവരെ അടുത്ത് സിയാറത്തിനൊക്കെ പോകുന്ന വ്യക്തി തന്നെയാണ്. പക്ഷേ അവർ ആണ് പടച്ചവനേക്കാളും വലുത് എന്നുള്ളത് കരുതരുത്. എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ള ബോധം മനസ്സിൽ വേണം.